ഹായ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മാനിഫെസ്റ്റേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഫൈനാൻഷ്യലായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ ഈസി ആയിട്ട് നമ്മൾ പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കാം, അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് മാനിഫെസ്റ്റേഷൻ ടെക്നിക്സും കാര്യങ്ങളും ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾക്ക് ഏണിങ്സ് എങ്ങനെ കൂട്ടാം, അതായത് നമുക്ക് ഈ ഒരു 5,000 നിന്ന് 6,000, 7,000, 8,000, 9,000 ആൻഡ് 10,000 എന്ന രീതിയിൽ നമുക്ക് എങ്ങനെ ആ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഡെയിലി നമുക്ക് ഏണിങ്സ് എങ്ങനെ കൂട്ടാം എന്ന രീതിയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ബിക്കോസ് ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങളൊന്ന് സ്റ്റക്കായി നിന്നിട്ട് ആലോചിക്കും, ദൈവമേ ഇത് പറയുന്നത് ഉള്ളതാണോ, ഇതിനി തള്ളാണോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ ഇത് തള്ളൊന്നുമല്ല. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സെർച്ചൊക്കെ ചെയ്ത് നോക്കാം കേട്ടോ. ഇത് ഉള്ള കാര്യമാണ്. അതായത് നമ്മുടെ ലൈഫിൽ കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ ലൈഫിൽ നടക്കണം. ആ ഒരു കാര്യം നടന്നു കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. നമ്മുടെ കുറച്ച് ഡ്രീംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു ഡ്രീംസ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ കാര്യം നടത്തി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി വലിച്ചു നീട്ടണോ അതോ ചുരുക്കി പറയണോ? അപ്പോൾ ഞാൻ ചുരുക്കി പറയാം വീഡിയോയിലൂടെ. അതായത് നമ്മൾ പറഞ്ഞു, നിങ്ങൾ കുറേ പേരിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറേ വർഷം, എത്ര വർഷം നമ്മളിതെടുക്കും, എത്ര മാസം എടുക്കും, എത്ര ദിവസം എടുക്കും നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, ഒത്തിരി നാളൊക്കെ എടുക്കുമോ എന്ന് ചോദിക്കുന്നവരോട് പറയുകയാണ്, അത് അവരുടെ മൈൻഡ് അനുസരിച്ചിരിക്കും. നമ്മുടെ മൈൻഡ് എത്രത്തോളം ഫ്രഷ് ആയിട്ടിരിക്കുന്നോ അത്രത്തോളം ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കും. ഇനി നമ്മുടെ മൈൻഡ് ഫ്രഷ് അല്ല, നമ്മൾ കുറേ സ്ട്രഗിൾസ് നേരിടുന്നുണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫിക്കൽട്ടീസ് ആയിരിക്കും. എങ്കിലും നമ്മൾ ആ ഒരു കടമ്പ കയറി പോകാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും, അതായത് ഡിഫിക്കൽട്ടീസ് ഇല്ലാത്ത മനുഷ്യരില്ല. ഇപ്പോൾ നമ്മൾ ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിന്ന് പറയുകയാണ്, എനിക്കൊരു 5,000 വേണം, 6,000 വേണം. ഓക്കെ, ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് ഞാൻ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് പറയാണ് 5,000 വേണം. എന്നിട്ട് പിന്നെ അടുത്ത വെള്ളം കുടിക്കുമ്പോൾ ഞാൻ പറയുകയാണ് വേണ്ട 6,000 പറയാം, 6,000 വേണം. സോ അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. അതായത് നമ്മുടെ മൈൻഡ് ഒന്നിൽ ഫോക്കസ് ആവുന്നില്ല. അതായത് 5,000, 6,000. നാളെ ഇനി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ വേറെ എന്തെങ്കിലും ആയിരിക്കും പറയുന്നത്. മനസ്സിലായോ? അപ്പം നമ്മൾ ഒരാഗ്രഹം ഉണ്ടെങ്കിൽ, ഒരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഡ്രീമിനെ തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പോവുക. അതർവൈസ് നമുക്ക് ഒരു ഡ്രീം കിട്ടിയിട്ടേ അടുത്ത കാര്യം നമ്മൾ എന്ത് ചെയ്യാവോ, അച്ചീവ് ചെയ്യാനുള്ളൊരു പ്ലാൻ മേക്ക് ചെയ്യാവോ. അതിൻ്റെ ഇടയ്ക്ക് രണ്ടും കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സ് ആയിട്ട് നമുക്ക് തന്നെ ടോട്ടൽ എന്തൊക്കെയോ ഒരു സ്ട്രഗിൾസ് പോലെ ഫീൽ ചെയ്യും. ഇനി ഇത് ചെയ്യുന്നവർ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്, മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ കണ്ടിന്യൂസ് സ്ട്രഗിൾസ് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ആ പറഞ്ഞ വ്യക്തികളുടെ അടുത്ത് ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, മാനിഫെസ്റ്റേഷൻ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്ട്രഗിൾസ് അനുഭവപ്പെടുന്നത്? സ്ട്രഗിൾസ് അനുഭവപ്പെടുന്നതിനുള്ള കാരണം ഇപ്പോൾ പറഞ്ഞതാണ്. നിങ്ങൾ ഒരു കാര്യത്തിലല്ല ഫോക്കസ് ചെയ്യുന്നത്. നിങ്ങൾ കുറേ കാര്യങ്ങളിലേക്ക് മൈൻഡ് ഇങ്ങനെ കൺവേർട്ടായി ഡിസ്ട്രാക്റ്റായി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാതെ ഇങ്ങനെ ഡൈവേർട്ട് ചെയ്ത് പോകുന്നത്. സോ ഇനി നമുക്ക് എങ്ങനെയാണ്, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നിമിഷം പ്രതി നടക്കാൻ ഉള്ളൊരു ടെക്നിക്ക്, അത് സിമ്പിളാക്കി ഞാൻ പറയാം. നമ്മൾ 17 സെക്കൻഡ്, ഓക്കെ, 17 സെക്കൻഡ്, 17 മിനിറ്റ്, 68 മിനിറ്റ്, ഇങ്ങനെ ഞാൻ കുറച്ച് ടൈം കുറച്ച് ലെങ്തിൽ പറയുകയാണ്. ആദ്യം 17 സെക്കൻഡ് പറയുന്നു, പിന്നെ 17 മിനിറ്റ് പറയുന്നു, പിന്നെ 68 മിനിറ്റ് പറയുന്നു. കുറച്ച് ലെങ്തിൽ ഞാൻ കൂട്ടി പറയുകയാണ്. കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 17 സെക്കൻഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അത്രയും മൈൻഡ് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരാളെ കൊണ്ടേ 17 സെക്കൻഡിൽ നമ്മൾ വിചാരിച്ച കാര്യം സാധിക്കാൻ പറ്റും. പക്ഷെ ഞാനിവിടെ കുറച്ച് ടൈമൊന്ന് കൂട്ടി പറയുകയാണ്. 17 മിനിറ്റ്, 5ഉം 10ഉം മിനിറ്റ് അല്ല, 17 മിനിറ്റ്. 17 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. 17 മിനിറ്റ് കൊണ്ട്, ഞാൻ പറയുകയാണ്, 17 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും. എങ്ങനെയാണ്? സോ നടക്കുന്ന കാര്യം ഒരു രീതിയിലാണ്, അതായത് മാനിഫെസ്റ്റേഷൻ രീതി. മാനിഫെസ്റ്റേഷനിലൂടെ 17 മിനിറ്റ് വെച്ചിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഇനി എങ്ങനെയാണെന്ന് പറയാം. ഡെയിലി, അതായത് എല്ലാ ദിവസവും നമ്മൾ ഡെയിലി എങ്ങനെയാണ് ഈ ഒരു 17 മിനിറ്റ് വെച്ച് നമ്മൾ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ, എനിക്കൊരു ജോബ് കിട്ടണം. ആ ഒരു ജോബിനെ പറ്റിയിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഞാൻ എളുപ്പം ആയിട്ടുള്ളൊരു കാര്യം പറയാം. ഞാനിപ്പോൾ
എനിക്ക് വയനാട്, ഞാൻ ഇതുവരെയ്ക്ക് വയനാടെന്ന് പറയുന്നൊരു ജില്ലയിൽ പോയിട്ടില്ല. എനിക്ക് ഭയങ്കര ഡ്രീമാണ്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയനാടെന്ന് പറയുന്ന സ്ഥലം കാണാൻ, എനിക്ക് ജില്ല കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ഒന്ന് ട്രിപ്പ് പോയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ കുറേ നാളുകൊണ്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല, എനിക്ക് ഇതുവരെയ്ക്കും അവിടെ പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ 17 മിനിറ്റ്, അതായത് ഒരു ദിവസം നമുക്ക് എന്തായാലും 24 മണിക്കൂറോളം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ 24 മണിക്കൂറിൽ ഒരു 17, അതായത് കുറച്ച് 17 മിനിറ്റ് നമ്മളൊന്ന് സ്പെൻഡ് ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ്, ഈ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാം. ഇനി എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഞാനിപ്പോൾ വയനാട് പോകാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ കാര്യം ഞാൻ മൈൻഡിൽ ഇങ്ങനെ കണ്ണുകൾ അടച്ചിട്ട് ഞാൻ മൈൻഡിൽ എന്ത് ചെയ്യുകയാണ്? വിഷ്വലൈസ് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമ്മൾ ഈ ഒരു വയനാട് പോയിട്ടുള്ള ഏതെങ്കിലും ഒരു വീഡിയോസ് എടുത്ത് കാണുക. ആ വയനാട് പോകുമ്പോൾ അവിടെ കുറേ മലകൾ, ഫോർ എക്സാമ്പിൾ കുറുവ ദ്വീപ്, മീൻമുട്ടി, അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. വയനാട് ചുരമുണ്ട്. ഇങ്ങനെ രാത്രിയിൽ കുറേ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ ടൂറിസ്റ്റ് ബസ്സിൽ ഇങ്ങനെ ചുരം കയറി പോകുന്നു. അടുത്തടുത്ത് കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ ഞാൻ കാണുന്നു. അവരുടെ അടുത്തൊക്കെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഹായ് ഹലോ സംസാരിക്കുന്നു. എന്നിട്ട് വണ്ടിയിലിരുന്ന് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ പുറത്തോട്ട് എന്താണ് ഗ്ലാസ് നീക്കി പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്ക് ആകാശത്ത് കുറേ നക്ഷത്രങ്ങൾ ഇങ്ങനെ ഉണ്ട്. ആ നക്ഷത്രങ്ങളെ കാണുന്നു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഉറക്കം വരുന്നു. അപ്പോൾ ഞാൻ ഉറങ്ങുന്നു. നേരെ കണ്ണ് തുറക്കുമ്പോൾ ഞാൻ കാണുന്നതെന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് അവിടെ മീൻമുട്ടിയും കുറുവ ദ്വീപും അവിടെയൊക്കെ കാണുന്നു. അടുത്ത് കുറച്ച് ആ മലയിറക്കം കഴിഞ്ഞിട്ട് കുറച്ച് അടുത്തായിട്ട് കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ കടകളെല്ലാം ഞാൻ വിഷ്വലൈസ് ചെയ്യുന്നു. ഞാനത് കാണുന്നതെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? വെറുതെ ഞാൻ ആലോചിച്ച് നോക്കുമല്ല. ബിക്കോസ് ഞാനൊരു വീഡിയോയിലൂടെ കണ്ടിട്ട് അവിടുത്തെ കാര്യങ്ങളാണ് എൻ്റെ മൈൻഡിൽ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നത്? ഞാൻ അവിടെ പോകുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ഇത് ഒരു 17 മിനിറ്റ്, ഇത് ഒരു തുടക്കമാണ് പറയുന്നത് കേട്ടോ. തുടക്കം ഒരു 17 മിനിറ്റ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ 30 മിനിറ്റ്, 40 മിനിറ്റ്, 50 മിനിറ്റ്, 60 മിനിറ്റ്, 70 മിനിറ്റ്, നിങ്ങൾക്ക് എത്ര മിനിറ്റ് വേണമെങ്കിലും ഇങ്ങനെ ഡ്രീം കാണാം. അല്ലെങ്കിൽ ഇങ്ങനെ ക്രിയേറ്റീവ് ചെയ്യാം. മീൻസ് നോർമൽ ക്രിയേറ്റിവിറ്റി അല്ല, അതായത് വേറൊരാളുടെ വീഡിയോയിൽ നമ്മളുണ്ട്, അതായത് നമ്മളാണ് അവിടെ ഒരു സ്ഥലം കാണാൻ പോയത്, നമ്മൾ ആഗ്രഹിച്ച ആ ഒരു സ്ഥലം കണ്ടു. വെറുതെ ഇങ്ങനെ കണ്ണുമടച്ചിട്ട് ഇങ്ങനെ അല്ല ഇരിക്കുന്നത്. ആ സ്ഥലത്ത് പോകുന്നത്, ഇപ്പോൾ അവിടെ നല്ല തണുപ്പുള്ള ഏരിയ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? അത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് പോലും നമുക്കവിടെ ആ ഒരു മൈൻഡിൽ വന്നിട്ട് അത് ഫീൽ ചെയ്യിപ്പിക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ട്രിപ്പ് പോകുന്ന കാര്യമാണ് പറഞ്ഞത്. ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരു 5K, ഇപ്പം നിലവിൽ ഒരു 1000 ഉള്ള ഒരാൾ, 1000 സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരാൾ 5000 സബ്സ്ക്രൈബേഴ്സ് ആവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അത് വേറൊരു പോയിൻ്റ്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു കാര്യം ഫോക്കസ് ചെയ്യുക. അതായത് TV സ്ക്രീനിൽ ഇങ്ങനെ നമ്മൾ 4999, നെക്സ്റ്റ് വരുന്നത് 5000 ആണ്. അപ്പോൾ ആ 4999 അത് മാറിയിട്ട് 5000 വരുന്നത് ഞാൻ എന്ത് ചെയ്യണം? ഒരു 17 മിനിറ്റ് അതിങ്ങനെ മൈൻഡിൽ കണ്ടുകൊണ്ടിരിക്കണം. 17 മിനിറ്റിൽ കൂടുതൽ എത്രത്തോളം ഫോക്കസ് കിട്ടുന്നോ അത്രത്തോളം നിങ്ങൾ എന്ത് ചെയ്യുക? കണ്ടുകൊണ്ടിരിക്കുക. അത്രത്തോളം കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ കുറച്ചൊന്ന് ഇത് വരും. നിങ്ങൾ ആ ഒരു റിയാലിറ്റിയിലോട്ട്, ആ ഒരു ഡ്രീമിൽ നിന്ന് റിയാലിറ്റിയിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ ഒരു ഫീൽ തോന്നും. ഫൈനലി നിങ്ങൾക്ക് ഈ ഒരു കണ്ടിന്യൂസ് നിങ്ങൾക്ക് ചെയ്തു കഴിഞ്ഞാൽ, അതായത് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾ ഡ്രീം കണ്ട് വെറും ഡ്രീം അല്ല, നിങ്ങൾ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഡ്രീം, അതായത് മൈൻഡിൽ അവിടെ പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൈസ കിട്ടുന്നതാണെങ്കിൽ ആ പൈസ കിട്ടുന്നത് ഇപ്പം 15,000 ആണ്. ആ 15,000 നിങ്ങൾക്ക് കിട്ടുന്നത് ഒരാൾ കൊണ്ടുവരുന്നു. നിങ്ങൾ അടുത്തൊരു ബന്ധുവാണ് കൊണ്ടുവരുന്നത്. നിങ്ങൾക്ക് അർഹതപ്പെട്ടൊരു പണമാണ്. നിങ്ങളത് മേടിക്കുന്നു. സന്തോഷത്തോടെ നിൽക്കുന്നു. നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ആ ഒരു മുഖത്തുള്ളൊരു എക്സ്പ്രഷനും പുഞ്ചിരിയും ഒക്കെ എന്ത് ചെയ്യണം? ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി അവിടെ വരുമ്പോഴത്തേക്ക് ആക്ച്വലി നമ്മളത് എന്ത് ചെയ്യുന്നു? അത് ഫീൽ ചെയ്തു, നമുക്ക് അനുഭവപ്പെട്ടു, ലാസ്റ്റ് മാനിഫെസ്റ്റ് ആയി അത് യൂണിവേഴ്സ് തന്നെ നിങ്ങളുടെ കൈക്കീഴിൽ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് വർക്കും കൂടെ ചെയ്യണം. ഹാർഡ് വർക്ക് എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിങ് ആണ്. ഇനി വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പണം കിട്ടുമോ? ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് വെറുതെ ഇരുന്ന് പണം കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഇല്ല. അതൊരു വീഡിയോ തന്നെയാണ്. വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ പണം കിട്ടത്തില്ല. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് അതിനുള്ളൊരു പ്രോഫിറ്റ് കിട്ടും. പക്ഷേ ഹാർഡ് വർക്കിനൊപ്പം തന്നെ നമ്മുടെ ഒരു മൈൻഡ് എന്ത് ചെയ്യണം? സ്റ്റേബിൾ ആക്കി വെക്കണം, ഫോക്കസ് ആക്കി വെക്കണം. എത്രത്തോളം ഫോക്കസ് ആവുന്നു അത്രത്തോളം നമുക്ക് നല്ലതാണ്. ഇനി ഞാൻ പറഞ്ഞ ഈ ഒരു 17 മിനിറ്റ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് 17 മിനിറ്റ് കൊണ്ട് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പോൾ 17 മിനിറ്റ് കൊണ്ട് അച്ചീവ് ചെയ്യുമ്പോൾ വേറെ ഒരു കാര്യത്തിലും ഫോക്കസ് ഇല്ലാതെ ആ ഒരു കാര്യം മാത്രം ചിന്തിക്കുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ കാര്യം മാത്രം ചിന്തിച്ച് അത് ഫീൽ ചെയ്യുക, എക്സ്പീരിയൻസ് ചെയ്യുക, റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക. റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ കുറച്ച് എഫേർട്ട് ഇടുമ്പോൾ, നിങ്ങളൊരു 80% എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഉള്ള പെർസെൻറ്റേജ് എന്തായാലും യൂണിവേഴ്സ് നിങ്ങളുടെ കയ്യിലേക്ക് കൊണ്ടുവരും. നിങ്ങൾ ആ 80% എങ്ങനെയാണ് എഫേർട്ട് ഇടുന്നത്? 17 മിനിറ്റ് നിങ്ങൾ ഒന്ന് സ്പെൻഡ് ചെയ്യുക. വെറും 17 മിനിറ്റ് നിങ്ങളൊന്ന് സ്പെൻഡ് ചെയ്യുക. 17 മിനിറ്റിൽ കൂടുതൽ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നല്ലത്. ഒരു 60 മിനിറ്റൊക്കെ സ്പെൻഡ് ചെയ്താൽ അതിൻ്റെ നല്ലൊരു എക്സ്ട്രാക്റ്റ് ഫോമായിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബലം അതിന് നിങ്ങൾക്ക് കിട്ടും. അതായത് ഒരു 7 ദിവസം, ഒരു 60 മിനിറ്റോളം നിങ്ങൾ 7 ദിവസം നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും നിങ്ങൾക്ക് ആ 8ാമത്തെ ദിവസം ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു പോസിറ്റീവ്നെസ്സും ഏകദേശം അത് നിങ്ങളുടെ അടുത്ത് വന്നു എന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഇത് കണ്ടിന്യൂസ് ഒരു 90 ഡേയ്സ് വരെയൊക്കെ ചെയ്യുവാണെങ്കിൽ, അതായത് ഒരു 70 മിനിറ്റ്സ് വെച്ചിട്ട് 90 ഡേയ്സ് ഒക്കെ വെച്ചിട്ട് കണ്ടിന്യൂസ് ചെയ്യുന്നവർ ഉണ്ട്. അതായത് ഫോക്കസ് ഇല്ലാതെ എഗെയിൻ ചെയ്ത് ട്രൈ ചെയ്തിട്ട് അവസാനം 90 ഡേയ്സ് ആകുമ്പോഴത്തേക്ക് കിട്ടുന്നവരുണ്ട്. സോ അപ്പോൾ ഇത്രയും ഡേയ്സ് പോകുന്നതിലും ബെറ്റർ നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾ കണ്ടിന്യൂസ് ഹാർഡ് വർക്ക് എടുത്തിട്ട് കുറേ നേരം നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ഡീപ്പ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾ കാം ആൻഡ് ക്വൈറ്റ് ആയിട്ടൊരു പ്ലേസിൽ വളരെ പോസിറ്റീവായിട്ട് വളരെ ഹാപ്പി ആയിട്ടിരുന്നിട്ട് ഈ കാര്യം ഒന്ന് ചെയ്യുക. വെറും 17 മിനിറ്റ് മതി നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവാൻ. ബിക്കോസ് നിങ്ങൾക്ക് ഹാർഡ് വർക്ക് വേണം. സെക്കൻഡ് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷനിൽ നല്ല രീതിയിൽ ഫോക്കസ് വേണം. തേർഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങൾ ബിലീവ് ചെയ്യണം. ഫോർത്ത് എന്ന് പറയുന്നത് ക്രിയേറ്റീവ് ആൻഡ് എക്സ്പീരിയൻസ്. നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം. ആ ഒരു കാര്യം വിഷ്വലൈസ് ചെയ്യണം, എക്സ്പീരിയൻസ് ചെയ്യണം. ഫൈനൽ എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സിന് വേണ്ടി എന്താണ്, ആ യൂണിവേഴ്സ് ഇത്രയും നിങ്ങൾക്ക് തന്നല്ലോ എന്ന രീതിയിൽ, നമ്മുടെ കയ്യിൽ അത് കിട്ടിയിട്ടില്ല, പക്ഷേ നമ്മൾ എന്താണ് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. നമ്മൾ നന്ദി അങ്ങോട്ട് കൊടുക്കുമ്പോഴാണ് തിരിച്ച് നമുക്ക് ഇങ്ങോട്ടൊരു പ്രതിഫലം കിട്ടുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വെച്ചിട്ട് എന്നെ കൊണ്ടത് പറ്റില്ല, ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തീർന്നു. പിന്നെ അത് റീ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര പാടാണ്. പിന്നെ വീണ്ടും നമ്മൾ എഫേർട്ട് എടുത്ത് നിൽക്കണം. സോ അതിനേക്കാളും ബെറ്റർ നിങ്ങൾക്ക് നേടാൻ പറ്റും, നിങ്ങളെ കൊണ്ടേ അത് നേടാൻ സാധിക്കൂ എന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞാൽ 17 മിനിറ്റ് കൊണ്ട്, ആ ഒരു 17 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഒരു ദിവസം 17 മിനിറ്റിൽ നിങ്ങൾ ഈ എഫേർട്ട് എടുത്ത് ഈ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ, ആ ഒരു കാര്യം ഫോക്കസ് ചെയ്ത് നിങ്ങൾ ഡ്രീം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കും. ഞാനൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒന്നും ബിലീവ് ചെയ്തിട്ടില്ലായിരുന്നു. പിന്നീട് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക് കൊണ്ടുവന്നതോടുകൂടിയാണ് നമുക്ക് എന്താണ് പ്രോപ്പറായിട്ട് കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ സാധിച്ചതും, അതുപോലെ തന്നെ നമുക്ക് മൈൻഡ് ഒന്ന് ഫ്രഷ് ആയതും, ഒരു പോസിറ്റീവ് എനർജി കിട്ടിയതും, മുന്നോട്ട് എങ്ങനെയാണ് നമ്മൾ കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് മനസ്സിലാക്കി തന്നതും. സോ അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതിയാവും. എന്താണ് മാനിഫെസ്റ്റേഷൻ, ഈ ഒരു ടെക്നിക്ക് ഉള്ളതാണോ, ഒരു 17 മിനിറ്റ് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ആ ഒരു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ഒരു റിസൾട്ടിലേക്ക് എത്തിച്ചേർക്കുമെന്ന് ഷുവറാണ്, 100% ആണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ മെസ്സേജ് ഇട്ടിരുന്നാലും മതി, അത് വിഷയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് എനർജി ഒരു ദിവസം ഹാപ്പി ആയിട്ട്, അതായത് ഓരോ ദിവസം തുടങ്ങുമ്പോൾ ഹാപ്പി ആയിട്ട് തുടങ്ങി ഇതൊന്ന് 17 മിനിറ്റ് ട്രൈ ചെയ്യുക. 17 കൂടുതൽ മിനിറ്റ് ട്രൈ ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, സക്സസ് ആവും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.